ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ വൈറ്റ് പേൾസ് അല്ല, നിങ്ങൾക്ക് വൈറ്റ് പേൾസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു ഡിഫറെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഓൾറെഡി വൈറ്റ് ഒന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് കളർ ചേഞ്ച് ആക്കിയതാണ് കേട്ടോ. ഒരു ക്രിസ്റ്റൽ ടൈപ്പ് മുത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്ത് എടുക്കാം കേട്ടോ. നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് 4mm 8mm ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് 8mm യൂസ് ചെയ്യണമെന്ന് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ഹെഡ് പിൻ ആണ് കേട്ടോ. ഈ ഹെഡ് പിൻ എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബാക്ക് ചെയിൻ ആണ്. ബാക്ക് ചെയിൻ ആവശ്യമുണ്ട്. പിന്നെ ഒരു പ്ലെയർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് നമുക്ക് മടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം 8mm എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹോൾസ് ചിലപ്പം വലുതായിരിക്കും, കണ്ടിങ്ങനെ ഊരിപ്പോരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായത് ചെറിയ ഹോൾസുള്ള ഏതെങ്കിലും ഒരു മുത്ത് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു വൈറ്റ് പേൾ അതായത് 8mm വലിയ ഹോൾസുള്ള ബീഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ താഴോട്ട് പോവില്ല. എൻ്റേതിപ്പോൾ ആ ചെറിയ ഹോൾ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, താഴോട്ട് പോകുന്നില്ല. നമുക്ക് ഇതെല്ലാം ഇങ്ങനെ കോർത്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് എല്ലാ ബീഡ്സും ഇതാ ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ എല്ലാം കോർത്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം നമ്മൾ പ്ലെയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മടക്കിയിട്ട് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് ഉള്ളോട്ടേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഈ ഒരു ഹെഡ് പിൻ എടുത്തിട്ട്, അതായത് പേഴ്സ് കോർത്ത ഹെഡ് പിൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കൂട്ടി മടക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇനി നോക്കുക. ഇത് നമുക്കിതാ ഇങ്ങനെ രണ്ടും നിൽക്കുമ്പോൾ ഇങ്ങനെ ഊരി കിട്ടും കേട്ടോ. ഇത് കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നമ്മൾ അടുത്ത് ഇടുമ്പം അതവിടെ ലോക്കാവും. ഇതിട്ടാൽ പിന്നെ അത് ഊരി കിട്ടില്ല കേട്ടോ, പിന്നെ അതവിടെ ലോക്കാവും. പിന്നെ ഇതും നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ തിരിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഹോൾസിലെടുത്തിട്ട് അടുത്തത് എടുത്തിടുക. ഓക്കെ, ഇതും നിങ്ങൾ തിരിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ഇതിൻ്റെ ഹോളിൽ അടുത്തിട്ടത്, അങ്ങനെ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് വേണ്ടത്ര ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അവസാനം ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് അവസാനത്തെ ഒരു ഹെഡ് പിൻ കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. ആ ഹെഡ് പിൻ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമ്മളിത് അങ്ങനെ ഊരി കിട്ടും കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചില്ല, അതുപോലെ ഊരി കിട്ടും. അപ്പോൾ നമുക്കതില്ലാണ്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഹെഡ് പിൻ ഇടുന്ന സമയത്ത് നമ്മൾ രണ്ട് ഭാഗത്തും ബീഡിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താവും, അത് അങ്ങനെ ഊരിപ്പോലും ഒന്ന് ലോക്കായി കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ ഈ ഒരു സൈഡും ഒരു മുത്തിട്ട് കൊടുത്ത്, ഇനി ഇതിങ്ങനെ ടൈറ്റ് ആകുന്നതിന് മുമ്പ് നമുക്കവിടെ ബാക്ക് ചെയിനും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ബാക്ക് ചെയിനും ഇട്ട് ഞാനിതൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. നല്ല ടൈറ്റാക്കി കൊടുക്കുക, അത് അഴിഞ്ഞു പോകാത്ത രീതിയിലാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലും നമുക്ക് ബാക്ക് ചെയിൻ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യുമല്ലോ, ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റത്തെ ആ ഒരു ഞാൻ ഇപ്പോൾ പിടിച്ച ആ ഒരു ഇതിൽ ആദ്യം ബാക്ക് ചെയിൻ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കും. നമുക്ക് അതിൻ്റെ മുമ്പ് ഇട്ടാൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. അതായത് നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ആ ഒരു ഹെഡ് പിൻ എടുത്തിട്ട് ആ മടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒരു ബാക്ക് ചെയിനോ അല്ലെങ്കിൽ ഹുക്കോട്ട് കൊടുത്താൽ മതി. ഞാനിതാ ഇതിൻ്റെ ഒരു ബാക്ക് ചെയിനിൻ്റെ ഒരു കണ്ണി തന്നെ കേട്ടോ എടുത്തത്. അതൊന്ന് വിടർത്തിയിട്ട് അതെന്നെ യൂസ് ആക്കിയിട്ട് ഞാൻ അതിൽ കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാക്ക് ചെയിൻമേൽ നിങ്ങൾക്ക് വേണ്ടത്ര ലെങ്ത്ത് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഹുക്ക് കൊളുത്തി കൊടുക്കാം കേട്ടോ. ലോബ്സ്റ്റർ ക്ലാപ്സ് കൊടുക്കുക, അതേപോലെ തന്നെ എസ് ഹുക്ക് അതൊക്കെ കൊടുക്കുക.